ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞായിരിക്കും നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ കുറേ എണ്ണം ഡിവാല്യൂ ആയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന കാർഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അത് മാത്രമല്ല കുറേ കാർഡുകൾ അവരുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന്റെ കാർഡ്, അതുപോലെ തന്നെ സെലക്ട് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ നിയോ ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ ലെഫ്റ്റ് ടെമ്പറേറ്റ് കൊടുക്കുന്ന എൻ്റെ ഉണ്ടാ സാധനം നിയോ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ മൈസോൺ ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഏതാ റിവാർഡ് ക്രെഡിറ്റ് കാർഡ്, പിന്നെ അവരുടെ ഹൈ എൻഡ് ക്രെഡിറ്റ് കാർഡായിട്ടുള്ള മാഗ്നസ്, ബർഗണ്ടി, അതൊക്കെ ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഡിവാലുവേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. അപ്പോൾ കുറേ പേര് എന്തായാലും ഈ സാധനം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലും അത്യാവശ്യം നല്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഡിവാലുവേഷനും വന്നിട്ടുണ്ട്, നല്ലൊരു അപ്ഗ്രേഡും വന്നിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിലാണ്. അതായത് ഇനി തൊട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 7.5% ക്യാഷ് ബാക്ക് മിന്ത്രയിൽ കിട്ടും. ഇത്രയും കാലം 1% ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ കൂട്ടിയിട്ട് 7.5% ആക്കിയിട്ട്, അതായത് മിന്ത്ര ക്രെഡിറ്റ് കാർഡിൻ്റെ പോലത്തെ അതേ സംഭവം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം ക്യാഷ് ബാക്ക് 4000 രൂപയാണ് പെർ സ്റ്റേറ്റ്മെന്റിൽ വന്നേക്കുന്നത്. അതായത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട് ക്ലിയർ ട്രിപ്പും വന്നിട്ടുണ്ട്. അതിനും 4000 രൂപയാണ് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ക്യാപ്പിംഗ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഒരു ഡൗൺഗ്രേഡ് എന്ന് പറയാനുള്ളത്, നമ്മുടെ ഇത്രയും കാലം ഇതൊരു അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആയിരുന്നു ഈ സെക്ഷനിൽ. പക്ഷെ അത് നിർത്തിയിട്ട് ഇപ്പോൾ ക്യാപ്പിംഗ് കൊണ്ടുവച്ചു 4000 രൂപയുടെ. എന്നാലും വലിയ മോശമില്ലാത്ത സംഭവമാണ്, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ വേറൊരു ഡൗൺഗ്രേഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ സാധനം ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, എയർപോർട്ട് ലോഞ്ചേഴ്സ് നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് കിട്ടില്ല കേട്ടോ. അതാണ് മെയിനായിട്ട് ഫ്ലിപ്കാർട്ടിൽ കാർഡിൽ വന്നിങ്ങനെ ചേഞ്ചസ്. ഇനി നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സെലക്ട് ക്രെഡിറ്റ് കാർഡിലാണ്. അതായത് നമുക്ക് മൂവീസിൽ ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു, അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെലക്ട് ക്രെഡിറ്റ് കാർഡിൽ. പിന്നെ ബിഗ് ബാസ്ക്കറ്റിൽ ഒരു 500 രൂപയുടെ ഡിസ്കൗണ്ട് മിനിമം നമ്മുടെ 2500 ഉണ്ടായിരുന്ന, അതായത് അതിന് ഡിസ്കൗണ്ട് വാല്യൂ കുറച്ചിട്ടുണ്ട്. 500 രൂപ ആക്കിയിട്ടുണ്ട്. 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 500 രൂപ ആക്കിയിട്ടുണ്ട് ഡിസ്കൗണ്ട് വാല്യൂ കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ നിയോ കാർഡിൽ നമ്മുടെ സൊമാറ്റോൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് 200 രൂപയുടെ മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 120 രൂപ ഓഫർ. അതിപ്പോൾ കൂട്ടിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടി 200 രൂപ എന്നുള്ളത് 499 രൂപയ്ക്ക് മാറ്റി. എന്നാലും നമുക്ക് ഇനി ഓഫർ കിട്ടുള്ളൂ കേട്ടോ. അത് മാസത്തിൽ 2 വട്ടമാണ് നമുക്ക് ഓഫർ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡിലും ബൈ 1 get 1 മൂവി ഓഫർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇതെല്ലാം 20 ജൂൺ തൊട്ടാണ് മോസ്റ്റ്ലി എല്ലാം വരുന്നത് കേട്ടോ. അതായത് ഫ്രം 20 ജൂൺ ഓൺവേർഡ്സ് ആക്സിസ് പ്രിവിലേജ് കാർഡ് വിൽ ബി ഏബിൾ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് 5 ന്യൂലി ആഡഡ്. ഇത് ആക്ച്വലി തെറ്റി പറഞ്ഞാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ബെനിഫിറ്റ് ഇതിൽ ആഡ് ആയിക്കാ ചെയ്തേക്കുന്നത്, എടുത്ത് കളഞ്ഞേക്കാൻ എന്തല്ല ചെയ്തേക്കുന്നത്. അതായത് ദിസ് ഷാൽ ബി വാലിഡ് ഓൺ എ മിനിമം പർച്ചേസ് ഓഫ് 2 മൂവി ടിക്കറ്റ്. 2 മൂവി ടിക്കറ്റ് ചെയ്യുമ്പോൾ ബൈ 1 get 1 ഓഫർ ഉണ്ടല്ലോ. നമ്മുടെ മൈസൂർ ക്രെഡിറ്റ് കാർഡിലൊക്കെ ഈ സാധനം ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് ആപ്പിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് സാധനം. അപ്പോൾ ആ സാധനം ഇപ്പോൾ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡിലും ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അപ്ഗ്രേഡേഷൻ ആണ്, ഡിവാലുവേഷൻ അല്ല. ഇവരെന്താണ് ഡിവാലുവേഷൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിയോ ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ സൊമാറ്റോൻ്റെ സംഭവം. പിന്നെ മൈസോൺ ക്രെഡിറ്റ് കാർഡിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് റിന്യൂവൽ ബെനിഫിറ്റിൽ. അതായത് റിന്യൂവൽ ഓഫ് സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ ഫോർ മൈസോൺ ക്രെഡിറ്റ് കാർഡ് ഹു സ്പെൻഡ് റുപ്പീസ്. അതായത് 1,50,000 രൂപ നിങ്ങൾക്ക് കൊല്ലത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ റിന്യൂവൽ വരാറുണ്ട്. അത് ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട് April 1 തൊട്ട് 2026 തൊട്ട്. 2026 തൊട്ടുള്ളൂ. അപ്പോൾ ഈ കൊല്ലം ഉണ്ട്, അടുത്ത കൊല്ലം തൊട്ട് ആ സംഭവം നിർത്തിയിട്ടാണ്. റിന്യൂവൽ ആവണ പരിപാടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അത് കുറേ പേർക്ക് മൈസോൺ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടെമ്പററി കിട്ടിയിട്ടുണ്ട്, അവർക്ക് പിന്നെ ഇത് ബാധകമല്ല. പിന്നെ സ്വിഗ്ഗി ഓർഡറിൽ നമുക്ക് റിവാർഡ് ക്രെഡിറ്റ് കാർഡിലുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ ഓഫർ വന്നിട്ടുണ്ട് സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ്. അതായത് ഓൾ റിവാർഡ് ക്രെഡിറ്റ് കാർഡ് ആർ എലിജിബിൾ ഫോർ ഫ്ലാറ്റ് 150 rupees ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓൺ മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് 500 രൂപ. അതായത് സ്വിഗ്ഗിയിൽ നമ്മൾ മിനിമം 500 രൂപ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ 150 രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആഡ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് മാഗ്നസിൻ്റെയും ബർഗണ്ടിയിലും റിവാർഡ് ഏർണിംഗ് ബേസ്ഡ് ക്യാപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആക്സിസ് ബാങ്ക് ഹാസ് റിവൈസ്ഡ് റിവാർഡ് ഏർണിംഗ് സ്ട്രക്ചർ ഫോർ മാഗ്നസ് ഓർ മാഗ്നസ് ഫോർ ബർഗണ്ടി ക്രെഡിറ്റ് കാർഡ്. 20 ജൂൺ 2025 തൊട്ടാണ്. പിന്നെ കാർഡ് ഹോൾഡേഴ്സ് വിൽ നൗ ഏൺ 12 edge reward point per 200 rupees spend ഓൺ ട്രാൻസാക്ഷൻ അപ് ടു 1.5 lakh per. അതായത് ഒരു മാസത്തിൽ 1.5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 12 edge reward point കിട്ടും ഇങ്ങോട്ട് കേട്ടോ. അതവർ കൂട്ടിയിട്ടുണ്ട്. ഇനി അതായത് 1.5 lakh കടന്നു കഴിഞ്ഞാൽ, അതായത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, once the spending crosses 1.5 lakh
ദേ ഷാൽ ഏൺ, അതായത് 1.5 ലക്ഷം രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനായിട്ടും കൂടും. അതായത് 200 രൂപയ്ക്ക് 12 എഡ്ജ് റിവാർഡ് പോയിന്റ് ആയിരുന്ന സ്ഥലത്ത് പിന്നെ 35 എഡ്ജ് റിവാർഡ് പോയിന്റ് വെച്ച് കിട്ടിയിടും. അപ്പോൾ അതൊരു നല്ല പ്രൊഡക്ഷൻ. 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ ക്യാപ്പിംഗ് ആണ്. അത് കുറച്ച് പണിയാണ്. പിന്നെ പോരാത്തിന് 1.5 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് ലിമിറ്റും വേണം, നല്ല റേറ്റുള്ളൂ. അപ്പോൾ അതൊരു പ്രീമിയം കാർഡിൻ്റെ ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഒരു 1.5 ലക്ഷം രൂപ വെച്ചേക്കുന്നത്. പിന്നെ വലിയ ചേഞ്ചസും സംഭവമൊന്നും വന്നിട്ടില്ല. ഇതാണ് മെയിനായിട്ട് വന്നേക്കുന്ന കുറച്ച് ചേഞ്ചസുകൾ. നമുക്ക് നോർമലി സാധാരണക്കാരെ അഫക്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ചേഞ്ചസുകൾ ഈ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം കാണിക്കുന്ന കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കോൺട്രാക്ട് പോകുന്നതാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ചെയ്യാം. അടുത്തുള്ളതാണ്.